ശ്രീ കൃഷ്ണകുമാർ, നിങ്ങൾ തുടർച്ചയായി ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. BJP നിരന്തരമായി അവിടെ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട്ടെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തെ ഏറ്റവും രൂക്ഷമാക്കുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതിൽ അഴിമതി ഉണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര പണം കിട്ടി എന്നുള്ളതാണ് പ്രതിപക്ഷം എനിക്കെതിരെ ചോദിക്കുന്ന ചോദ്യം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ശ്രീ MP രാജേഷ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അഴിമതിയാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് ഇന്നതാണ് അഴിമതി നടന്നത് എന്ന് ഉന്നയിക്കാൻ കഴിയുമോ? അല്ല മാധു, ഇക്കഴിഞ്ഞ ദിവസം മന്ത്രി അഹല്യ ക്യാമ്പസിൽ മാധ്യമപ്രതിനിധികളെ വിളിച്ച് അവിടുത്തെ മഴവെള്ള സംഭരണിയെ കുറിച്ചെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവരിച്ചിരുന്നു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള മഴവെള്ള സംഭരണി ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പനി പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നിയത്. ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തമാണോ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി മാധ്യമപ്രതിനിധികളെ മുഴുവൻ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിലെ മഴവെള്ള സംഭരണി കാണിച്ചു കൊടുക്കാനും അതിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അവരോട് വിവരിച്ചു കൊടുക്കാനുള്ളതൊക്കെ? ആ മദ്യ കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇതുവരെ അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചോ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തെ സംബന്ധിച്ചോ എന്തെങ്കിലും ഒരു പത്രക്കുറിപ്പെങ്കിലും ഇതുവരെ നൽകിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നേരത്തെ ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ചു, ഞങ്ങളുടെ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ടാണ്, മദ്യനയത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, എക്സ്ട്രാ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് ഡിസ്റ്റിലറികൾ തുടങ്ങാൻ അനുവാദം കൊടുക്കുന്നത്. ഞങ്ങൾ പറയുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള മദ്യനയം തന്നെ തിരുത്തിയത് തന്നെ ഈ ഓയസിസ് ഡിസ്റ്റിലറിക്ക് വേണ്ടിയാണെന്നാണ് ഞങ്ങളുടെ വാദം. കാരണം ഇതിൽ 11/8/2023 എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, എത്തനോളിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കേന്ദ്ര സർക്കാർ കോൾ ഫോർ ചെയ്യുന്നത്. ആ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുക്കുന്ന ഓയസിസ് കമ്പനി അതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് ഏതാ? വേങ്ങോടി ഏലപ്പള്ളി 2 വില്ലേജ് എന്നുള്ള അഡ്രസ്സാണ് കാണിച്ചിരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാർ ഇവർക്ക് ഔദ്യോഗികമായിട്ട് അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, ഏകദേശം 1 വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ പ്ലാന്റ് സ്ഥാപിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സായിട്ട് ഓയസിസ് കമ്പനി കൊടുത്തിരിക്കുന്ന ഏലപ്പള്ളി അഡ്രസ്സാണ്. അതിന് 1 വർഷം മുമ്പ് തന്നെ അവർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 24 ഏക്കർ സ്ഥലം വാങ്ങാൻ ഒരു കമ്പനി ധൈര്യപ്പെടണമെങ്കിൽ, അവർ മദ്യനിർമ്മാണശാല ആരംഭിക്കാനുള്ള ലക്ഷ്യവുമായിട്ടൊരു സ്ഥലം വാങ്ങണമെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ മൗനാനുവാദം നേരത്തെ തന്നെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവർക്ക് ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എലപ്പള്ളി പോലെയുള്ള ഒരു പ്രദേശത്ത് 24 ഏക്കർ സ്ഥലം വാങ്ങാനും കേന്ദ്ര സർക്കാരിൻ്റെ ഓയിൽ കമ്പനികൾ വിളിച്ച എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ ആ പ്ലാന്റ് അഡ്രസ്സ് കാണിച്ച് ഇതിൽ പങ്കെടുക്കാനും. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ ഓയിൽ കമ്പനികളുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, പ്ലാന്റ് അഡ്രസ്സ് എവിടെയാണോ കാണിച്ചിരിക്കുന്നത് ആ പ്ലാന്റ് പിന്നെ അവിടുന്ന് മാറ്റാനുള്ള അനുവാദമില്ല. അപ്പോൾ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ള ഒരു എഗ്രിമെൻ്റ് ഓയിൽ കമ്പനികളുമായിട്ട് ഒപ്പുവെക്കുന്ന സമയത്ത് ഓയിൽ കമ്പനിക്ക് വ്യക്തമായിട്ടുള്ള ഉറപ്പ് 2023 തന്നെ സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുക്കുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതിപ്പോ ഒരു കമ്പനി അവർ ഈ പറയുന്ന വ്യാജരേഖ ചമച്ചാണെങ്കിലോ ഈ പറയുന്ന എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ ഇവർ ഇത് കാണിക്കുമ്പോ അത് അന്വേഷിക്കുകയോ അതിന്റെ ഭാഗമായി അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയോ ചെയ്തിട്ടുണ്ടോ? അല്ല, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഒരു സർക്കാരിൻ്റെ, ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിൽ കണ്ടീഷനാണ്, അതിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ് അഡ്രസ്സ് പിന്നീട് ഷിഫ്റ്റ് ചെയ്യാനോ മാറ്റാനോ ഉള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ എഗ്രിമെൻ്റ്, ആ ഓയിൽ കമ്പനികളായിട്ടുള്ള എഗ്രിമെൻ്റ് ക്യാൻസൽ ആവുന്ന വളരെ കൃത്യമായിട്ട് എഗ്രിമെൻറ്റിൽ പറയുന്ന സമയത്ത് ഒരു കമ്പനി ആ അഡ്രസ്സ് കാണിച്ച് ആ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുക്കണമെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു ഉറപ്പ് അവർക്ക് ഉറപ്പുണ്ടല്ലോ, ഇവിടെ ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയും. അതിനുള്ള ഒരു ഉറപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചട്ടരഹിതമായി വ്യാജരേഖ ചമച്ച് ഇതിൽ പങ്കെടുത്താണെങ്കിലോ? സർക്കാർ ഈ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ആധികാരികമായി പറയാൻ എന്തെങ്കിലും തെളിവുണ്ടോ? അല്ല, അവർക്ക് ലഭിച്ച ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ ഇത്ര 24 ഏക്കർ സ്ഥലം, ഒരു 2 വർഷം മുമ്പേ 24 ഏക്കർ സ്ഥലം വാങ്ങുന്നു. ഒരു പൊതുമേഖലാ സ്ഥാപന ഓയിൽ കമ്പനികളുടെ ടെൻഡറിൽ പങ്കെടുക്കണമെങ്കിൽ വ്യക്തമായിട്ട് ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റി കൊടുത്ത ലെറ്റർ പോരെ തെളിവായിട്ട്? കേരള വാട്ടർ അതോറിറ്റി അവർക്ക് ലെറ്റർ കൊടുക്കുകയാണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാം, അതിനുള്ള NOC കൊടുക്കുകയാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ.
അതിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കാൻ ഉള്ള സോഴ്സ് പറയണം. അതിൽ പറഞ്ഞിരിക്കുക അതിനുള്ള NOC എവിടുന്നാണ് ഹാജരാക്കിയിരിക്കുന്നത്? കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്ന്. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ NOC വെച്ചിട്ടാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പങ്കെടുക്കുന്നത്.